ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന സാന്നിധ്യത്തിൽ നമുക്ക് കടന്നു വരുവാൻ തക്കണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടെ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് എന്നെയും ഞങ്ങളെയും സഹായിച്ചല്ലോ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ആധാരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. റോമൻസ് 8:28. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന ഭാഗം നമ്മളത് 3 ഭാഗങ്ങളായിട്ട് നാം തിരിച്ചു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടത് നാം അറിയുന്നു എന്നുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അത് അനുഭവത്തിൽ നിന്ന് പറയപ്പെടുന്ന വാക്കുകളായതുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് അത് ഏറ്റെടുക്കുവാൻ സാധിക്കും. അത് അനുഭവത്തിൻ്റെ വാക്കുകളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. അതാണ് ആ അനുഭവത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്കറിയാം ആ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുക ചെയ്യുന്നത്. എങ്ങനെയാണ് ഉളവാക്കുന്നത്? അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം എൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണം, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുക. ഇതേ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായി. തൻ്റെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ താൻ പറയപ്പെട്ടതായിരിക്കും ഒരു സത്യമായത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർ. അത് നമുക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ അതിലേക്ക് ഇന്ന് കടക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ നെക്സ്റ്റ് പോർഷനിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. പിന്നെ നെക്സ്റ്റ് ആ വാക്യം കംപ്ലീറ്റ് ആയില്ല. തന്നെ, അത് വളരെ എംഫസിസ് ചെലുത്തേണ്ട ഒരു ഭാഗമാണ് തന്നെ എന്നുള്ളത്. കാരണം അത് ഒരു കാര്യം വെളിപ്പെടുത്തിയാണ്. 2 കാര്യങ്ങൾ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പാർട്ടല്ല, പകരം ദൈവത്തിൻ്റെ പാർട്ടാണ്. ദൈവമാണ് നമ്മെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടത്. നമ്മൾ ഇന്ന് അതിലേക്കാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കട്ടെ, തന്നെ എന്നുള്ള വേർഡ് അവിടെ വെറുതെ അല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന് അവിടെ പറയുന്നു, ദൈവ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ആദ്യം പറഞ്ഞത്, അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച്. അപ്പോൾ സ്നേഹിച്ചത് ഞാനല്ല. പിന്നെ എവിടുന്ന് ആ സ്നേഹം വന്നത്? ആ സ്നേഹം ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ ഒരു പേഴ്സണലി ഒന്നും എനിക്ക് അഭിമാനിക്കുവാനായിട്ടില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹമാണെങ്കിലും അത് ദൈവം എൻ്റെ ഉള്ളിൽ പകർന്നത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നൺ ഓഫ് മൈ മെറിറ്റ്സ്, എൻ്റെ ഒരു യോഗ്യതയും ദൈവം നമ്മൾക്കൂടെ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നവനാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. എന്തുവാ ദൈവത്തിൻ്റെ പ്രത്യേകത? ഈ ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുമില്ല. എന്തെല്ലാം എന്തെല്ലാം എഫേർട്ട് ഞാൻ എടുത്താലും ആ ഒരു എഫേർട്ട് പോലും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. ആ എന്തെങ്കിലും ഗുണമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ചേർന്നെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന വേർഡിലേക്ക് ഞാൻ വരികയാണ്. അപ്പം ദൈവത്തെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നതാകുന്നു എന്നുള്ള സത്യമാണെങ്കിലും ആ സ്നേഹിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവൻ എന്നെ
സ്നേഹിച്ചതാ. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്താകുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്നേഹമാണ് വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന. ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ നാം പാടി ആരാധിച്ച് സ്തുതിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, ഒരല്പം കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കും, ഇല്ലേ? ഒരാത്മാവിൻ്റെ നല്ലൊരു ആരാധന കഴിഞ്ഞിട്ട് ആരും ദൈവത്തെ സ്നേഹിക്കാതെ പോകത്തില്ല. കർത്താവായ യേശു പറഞ്ഞൊരു വേർഡുണ്ട്, എൻ്റെ പക്കൽ നിന്ന് ഒരു നന്മ പ്രാപിച്ചിട്ട് പെട്ടെന്ന് എന്നെ തള്ളിക്കളയാനായിട്ട് ആർക്കും പറ്റത്തില്ല. കാരണം മറ്റൊന്നുമില്ല, ആ സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആരോട് സ്നേഹമുണ്ടാകും? ദൈവത്തോട് സ്നേഹമുണ്ടാകും. അതാണ് ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിർണയപ്രകാരം അവർ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. തന്നെ എന്നുള്ളത് ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പാണ്. എന്തിൻ്റെ ഉറപ്പാണ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യമായിരിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. ദൈവം എന്നെ നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നു. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എനിക്കും നമുക്കും ഒരുമിച്ച് ചിന്തിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കടന്നു വന്നവരല്ല. പകരം ദൈവത്തിൻ്റെ ഒരു വിളി, ദൈവത്തിൻ്റെ ഒരു നിർണയം എൻ്റെ ജീവിതത്തോട് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപായിട്ട് ആ ഒരു വലിയതായിരിക്കുന്ന ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഭരിച്ചുകൊണ്ട് കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ നല്ല ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അപ്പോൾ ഒരു വിളി ദൈവം തന്നു. പക്ഷേ വിളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു നിർണയമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് കോളിംഗ്, ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്. ആ വിളിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ആ വിളിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനേകർ വിളിക്കപ്പെട്ടവർ അനേകരാകുന്നുവെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ആ ചുരുക്കമാകുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് വെറുതെയല്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ഒന്ന് ശാന്തമായിട്ട് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞാട്ട്, ദൈവത്തിനെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ഞാൻ വെറുതെയല്ല ഞാൻ ആത്മീയനായത്, വെറുതെയല്ല ഒരു ദൈവ പൈതലായത്, വെറുതെയല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, വെറുതെയല്ല യേശു ക്രിസ്തുവിനെ കാണുവാൻ ദൈവം എൻ്റെ ഹൃദയ കണ്ണ് തുറന്നു തന്നത്. ദൈവം ആ കണ്ണ് തുറന്നു തന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ വലിയ ചിന്ത എൻ്റെ ഉള്ളിൽ ഭരിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് രൂപാന്തരപ്പെട്ടവരായിട്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന പോലെ ഇരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവത്തിലായിരിക്കുന്നത്. എന്നാൽ ഞാനൊരു സാധാരണപ്പെട്ടവനല്ല എന്നുള്ളൊരു ബോധ്യമാണ് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. വായിച്ചാട്ടൊരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോട്ടെ. 2 തിമോത്തി chapter 1, 2 തിമോത്തിയോസ് ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു വേദവാക്യമാണ്. 9 മുതൽ 11 വരെ. 2 തിമോത്തി chapter 1 verse 9-11. അവൻ നമ്മെ രക്ഷിക്കുകയും, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 2 കാര്യം. ഒന്ന്, അവൻ എന്നെ രക്ഷിച്ചു.
2, ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ ഹോളി കോളിംഗ്. ഞാൻ താഴോട്ട് വരുന്നുണ്ടത്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പൊ എൻ്റെ ഒരു പ്രവൃത്തിയല്ല അതിന് കാരണമായത്. കാരണം ഒരു പ്രവൃത്തിയും അതിനകത്തില്ല. ഞാൻ ഏതാണ്ടൊക്കെ നല്ല കാര്യം ചെയ്തിട്ടല്ല ദൈവം എന്നെ വിളിച്ചത്, എന്നെ രക്ഷിച്ചത്. താഴോട്ടൊന്ന് വായിച്ച ആ വാക്യം. ആ ആ ആ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പർപ്പസ്, ആ പർപ്പസിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല നിങ്ങൾ വിശുദ്ധ വിളി പ്രാപിച്ചത്. പിന്നെയോ ഇത് അനാദികാലം മുൻപ് ദൈവം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിങ് ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ടുളവായതല്ല. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം അത് പ്ലാൻ ചെയ്തതാണ്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെട്ട സമയത്ത് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, എന്ത് ദൈവം ആഗ്രഹിക്കുന്ന ആർക്കൊരു കാര്യമാണ്. ദൈവം ഒരു നിർണയത്തോടുകൂടെ ദൈവം എന്നെ വിളിച്ചിരിക്കുക. ഇതാണ് നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കേണ്ടത്. ഒരു ഉറപ്പോടുകൂടെ, ഒരു പർപ്പസോടുകൂടെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട് അതിനാധാരമായിട്ട് യെരമ്യാ 29 ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് നമ്പർ 11. യെരമ്യാവ് 29:11. ആ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ആ അപ്പൊ ദൈവത്തിൻ്റെതായ നിരൂപണങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഉറങ്ങുമ്പോഴും എന്നെക്കുറിച്ച് കരുതുന്ന ഒരു നല്ല അപ്പനുണ്ട്. ഞാൻ ഓർക്കുന്നേയില്ല, ഞാൻ അറിയുന്നേയില്ല. പക്ഷെ ഞാൻ അറിയാതിരിക്കുന്ന സമയത്തും എന്നെക്കുറിച്ച് കരുതുന്ന ആയിരിക്കുന്ന ഒരു നല്ല അപ്പൻ, എന്നെക്കുറിച്ച് ഓർക്കുന്ന നല്ലൊരു പിതാവ്. അങ്ങനെയൊക്കെയൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു നിർണയത്തോടുകൂടെ, ഒരു പർപ്പസോടുകൂടെ എന്നെ വിളിച്ചിരിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആ പർപ്പസിലേക്ക് ഞാൻ ഒന്ന് കടന്നു വരട്ടെ. വായിച്ചാട്ടെ 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 9. 2 തിമോത്തി 1-9 വാക്യം. ആ തൻ്റെ സ്വന്തം നിർണയം. ആരും ഏതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട്. അപ്പോൾ ആ മുൻനിർണയം നിർണയിച്ചതിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാനല്ല, പിന്നെയോ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനോടുകൂടെ കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാനാ എന്നെ നിങ്ങളെയും നിർണയിച്ചിരിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അതാ. ഞാൻ സെൽഫായിട്ട് ഒന്നും ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതായിരിക്കും ഒരു വലിയ സത്യമാത്. നമ്മെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിക്കുകയും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയുടെ ഒരു പ്രത്യേകത നോക്കി റോമക്കലേഖനം 9-ാം അധ്യായം
10 മുതൽ 12 വരെയുള്ള വാക്യം. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 10 to 12. 10 മുതൽ 12 വരെയുള്ള വാക്യം. ആ ആ ദൈവനിർണയം. നിങ്ങൾ ശ്രദ്ധിച്ചോണം ആ വേർഡ്. ഇവിടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെട്ടതായ 2 കുഞ്ഞുങ്ങൾ, ഒന്ന് യാക്കോബ്, 2 ഏശാവ്. ഈ 2 കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുക, ആ കുഞ്ഞുങ്ങളിൽ ഒരാളെ കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. വായിച്ചേ ആ വാക്യം വീണ്ടും ഒന്ന് സത്യയോടൊന്ന് വായിച്ചേ. കുട്ടികൾ ജനിക്കുകയോ വേണമായിരുന്നെങ്കിൽ ഈ നിർണയം എപ്പം ചെയ്യാമായിരുന്നു? കുഞ്ഞുങ്ങളൊന്ന് പ്രായപൂർത്തിയായിട്ട് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് നിർണയിക്കാമായിരുന്നു. ദൈവത്തിൻ്റെ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കുട്ടികൾ വളർന്നിട്ട് അവരുടെ പ്രവൃത്തിയുടെ ഫലം കണ്ടിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. കുട്ടികൾ ജനിക്കപ്പെടുന്ന ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് അവരുടെ പ്രവൃത്തി എന്തെന്ന് പോലും അറിയാതെ അവിടെയാണ് ദൈവം ഒരു നിർണയം കൊടുത്തത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വാക്യം വായിച്ചു താഴോട്ട്. ശ്രദ്ധിച്ചോ? പ്രവൃത്തികൾ നിമിത്തമല്ല, പിന്നെ വിളിച്ചവൻ്റെ ഇഷ്ടം. എപ്പോഴാ നടക്കുന്നേ? ഈ സന്ദർഭം എപ്പോഴാ? കുഞ്ഞുങ്ങൾ 2 പേരും വെളിയിൽ വന്നില്ല, അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവരിൽ ഒരാളെക്കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് അന്നേ ദൈവം നിർണയിച്ചതാ. അവരുടെ പ്രവൃത്തി കണ്ടിട്ടല്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവ നിർണയത്തിൻ്റെ ആ ഒരു പർപ്പസ് ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തുന്നു എങ്കിലും ആ പർപ്പസിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഈ ലോകത്തിൽ ഞാൻ ജനിക്കപ്പെട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അല്ല എന്നുള്ളതാ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടല്ല, പകരം എന്തുവാ? ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. ഞാൻ ജനിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിനൊരു ഇഷ്ടം എന്നെക്കുറിച്ചുണ്ടായി. ദൈവത്തിനൊരു പർപ്പസ് എന്നെക്കുറിച്ചുണ്ടായി. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, ദൈവത്തിന് ഇഷ്ടം എന്നെക്കുറിച്ചുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഇഷ്ടത്തോടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നോ പറഞ്ഞു വരുന്നേ? ദൈവത്തിൻ്റെ പർപ്പസോട് ഞാനൊന്ന് ചേരുക, ദൈവത്തിൻ്റെ മുൻനിർണയത്തോട് ഞാൻ ചേരുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ പറഞ്ഞു വന്ന വേർഡ്, കുട്ടികൾ ജനിക്കും മുൻപ് അവർ ഗുണമോ ദോഷമോ അവർ ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഇഷ്ടം അവരിൽ ഒരാളുടെ മേലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ആരുടെ മേലുണ്ടായത്? ഒരു യാക്കോബിന്മേലുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോണേ. ഒരു രണ്ടാമനായിട്ട് ഇളയ മകനായിട്ട് ജനിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ മുൻനിർണയമായിരുന്നു. ദൈവം അവനെ ഉയർത്തി അബ്രഹാമിൻ്റെ സന്തതിയുടെ പരമ്പരയായിട്ട് അവകാശത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണമതാ. യേശാവ് നോക്കിയിരുന്നുവെങ്കിൽ അതെ, യേശാവായിരുന്നു അബ്രഹാമിൻ്റെ സന്തതിയുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, മൂത്ത മകനാ അവകാശി. വാസ്തവത്തിലെ അവകാശി യേശാവാ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻനിർണയമാണ് യാക്കോബിനെ കുറിച്ചുള്ളത്.
ആ യാക്കോബിനെ കുറിച്ചുള്ള മുൻനിർണയം വെളിപ്പെടുത്തേണ്ടതിനോ സ്വർഗസ്ഥനായിരിക്കും ദൈവം അന്നേ കണക്കാക്കി. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. വായിച്ചേട്ട 139 സങ്കീർത്തനം, നിങ്ങളത് വീട്ടിൽ പോയി വായിക്കുക. വേഴ്സ് നമ്പർ 13, 13 വാക്യം മാത്രം ഒന്ന് വായിച്ചേട്ട. 130 139 വേഴ്സ് നമ്പർ 13 to 18, 13 വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ട്. ആ, പ്രൈസ് ഗാഡ്. താഴോട്ട് വായിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത്, ഞാൻ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് ഇത്രമാത്രം വലിയതായിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു വലിയ കാര്യം ഇത്രമാത്രം അത്ഭുതകരമായ രീതിയിൽ എന്നെ ജനിപ്പിക്കുവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ശ്രദ്ധിച്ചോണേ, എൻ്റെ വേർഡ് അവിടെയാ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ഞാൻ പറഞ്ഞ വേർഡുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മൂലം. ആ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനല്ല, യേശുവിനോടുകൂടെ ജോയിൻ ചെയ്ത് ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതിന്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ. ഒരു വിളിയാണ് അതിന് മുൻപായിട്ട് നടന്നത്. ഈ വിളി നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിലാക്കിയാൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള നിർണയം എത്രമാത്രം വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്ര ഉന്നതമായുള്ള ഒരു വിളി! ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കളുടെ വിളിയുടെ പ്രത്യേകത നമുക്കറിയാം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാ. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വിളിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താ അവരുടെ വിളിയുടെ പ്രത്യേകത എന്നറിയാം? 3 പ്രത്യേകതകൾ അവരുടെ വിളിക്കുണ്ടായിരുന്നു. എന്താ അവരുടെ വിളിയുടെ പ്രത്യേകത? 1, എബ്രായലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായലേഖനം 3:1, ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1. എബ്രായർ 3:1. ആ, 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്ന ആ വിളി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെവൻലി കോളിംഗ്. അത് സ്വർഗീയമായിരിക്കുന്ന ഒരു വിളിയാ. ആ വിളി ലഭിച്ചത് ഭൂമിയിൽ നിന്ന് ലഭിച്ചൊരു വിളിയല്ല, അത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിളിയാ. ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു വിളി. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നൊരു വേർഡ് വീണ്ടും ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. ആകയാൽ സഹോദരന്മാരെ, വായിച്ചേ 3-ാം അധ്യായം 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, എന്നെയും നിങ്ങളെയും ദൈവം എന്ത് ചെയ്തു? ഒരു ഓഹരിക്കാരാക്കി. എന്തിനാ ഓഹരിക്കാരാക്കിയത്? ഒരു സ്വർഗീയ വിളി അനുഭവിപ്പാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നതൊക്കെ പോഷത്വവും വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവശക്തിയായി മാറ്റപ്പെടാനുള്ള കാരണം എനിക്ക് അത് മനസ്സിലായതുകൊണ്ടല്ല, കർത്താവ് എൻ്റെ ഹൃദയക്കണ്ണ് തുറന്നു തന്നുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ഒരുപക്ഷങ്ങൾ നാമധേയ സഭയിൽ കൂടെ വളർന്നു വന്നവരാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ അന്നും ചിന്തിച്ചിരുന്നത് നിങ്ങളെല്ലാം ദൈവമക്കളാണെന്ന് അല്ലേ? എന്തെങ്കിലും കുഴപ്പം പറയാനുണ്ടായിരുന്നു? പക്ഷെങ്കിൽ ഒരു ദിവസം നിങ്ങളൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ടത് നിങ്ങൾ ആ ക്രൂശിനെ നിങ്ങളൊന്ന് കണ്ടു. അതിനു മുമ്പ് 10, 30, 35 വയസ്സും വരെ കണ്ടിട്ടുള്ളൊരു ക്രൂശല്ല ആ ദിവസം നിങ്ങൾ കണ്ടത്. ആ ദിവസം കണ്ട ക്രൂശിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ പാപത്തിനു വേണ്ടി അവൻ മരിച്ചു എന്നുള്ളതാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു വലിയ കാഴ്ചയാ ഞാൻ അന്ന് കണ്ടത്. പക്ഷേ ആ കാഴ്ച കാണുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? എൻ്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറന്നു. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് 2 കൊരിന്ത്യർ 4:4 പഠിപ്പിക്കുമ്പോൾ, ആ കുരുടാക്കപ്പെട്ടതായിരിക്കുന്ന ഹൃദയ കണ്ണുകളെ സ്വർഗസ്ഥനായിരിക്കും ദൈവം ഓപ്പൺ ചെയ്തതാണ് ഈ വലിയ കാഴ്ച കാണുവാൻ കാരണം. ഇന്നും നിങ്ങൾ അനേക നാളുകളായിട്ട് സുവിശേഷം പറയുന്നവരുണ്ടില്ലേ? നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും എന്താ അവരെ കർത്താവിനെ കണ്ടുമുട്ടാത്തതിൻ്റെ കാരണം? അവർക്ക് ഈ ക്രൂശൊരു വലിയ വിലയല്ല. പക്ഷെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധമുള്ളവർക്ക്, പാപത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരാണ് ആ ക്രൂശിൻ്റെ കാഴ്ച കാണുവാനായിട്ടിടയായിത്തീരുന്നത്. അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കുന്നത് അവിടെയാണ്. ജീവിതത്തിൽ ഒരു കാലത്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും നടക്കാത്ത ഒരു അത്ഭുതം നടന്നത്. എന്തുവാ അത്ഭുതം എന്നറിയാമോ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ എത്ര മിനിറ്റ് എടുത്തു ഒന്ന് ടേൺ ചെയ്യാൻ? ഞാനിപ്പോഴും ഓർക്കും, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ ഭയങ്കര ഒരു അഡിക്റ്റഡ് ഒരു സ്മോക്കറായിരുന്നു. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 3 പാക്കറ്റ് അന്നൊക്കെ പണ്ടത്തെ കാലമാണ് 555 പറഞ്ഞ എത്രവർക്ക് അറിയാമെന്ന് അറിയത്തില്ല. അതായിരുന്നു എൻ്റെ ബ്രാൻഡ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ കർത്താവിൻ്റെ ക്രൂശിനെ കണ്ടൊരു സമയമുണ്ട് അന്ന്. അതിനുശേഷം ഞാൻ ഈ സിഗരറ്റിൻ്റെ പിന്നാലെ പോകാനേ പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തുവായിരുന്നറിയാമോ? ഏത് മിനിറ്റ് കിട്ടിയാലും ദൈവസന്നിധി ചെന്നിരിക്കണം. ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ കർത്താവേ, ഒരിക്കൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് നടന്നവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പറ്റത്തില്ല എന്ന് മനസ്സിലാക്കപ്പെട്ട ഒരു സമയമായിരുന്നു ആ ക്രൂശിനെ ഞാൻ കണ്ടത്. ബാക്കിയെല്ലാം ഞാൻ അറിയാതെ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ മാറിപ്പോയി. അതിനൊന്നും ഒരു വിലയും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെന്നിരിക്കുവാണ് വലിയൊരു വാഞ്ച എൻ്റെ ഉള്ളിൽ അന്ന് ദൈവം തന്നു. അതാ വാസ്തവത്തിൽ ദൈവത്തോടുകൂടെ പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവം എന്നെ യോഗ്യനാക്കിയത്. എന്തൊരു ടേണിങ്ങാണ് നടന്നില്ലേ? ദൈവമായിട്ട് ബന്ധമില്ല, ലോകത്തിൻ്റെ സന്തോഷമാണ് വലുതെന്ന് ചിന്തിച്ചൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം ലോകത്തിൻ്റെ സന്തോഷത്തേക്കാൾ 1000 മടങ്ങ് വലുതാണെന്ന് മനസ്സിലാക്കി തന്നതായിരിക്കും ഒരു സന്ദർഭം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഞാനും നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടുവാൻ കാരണമായി തീർന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചൊരു വിളി എന്ന് പറയുന്ന ഒരു മാനുഷിക വിളിയല്ല, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്. ദൈവത്തിൻ്റെ ആ വിളിയാണ്. ഞാനിത് എത്രമാത്രം ഉന്നതമാണ് ആ വിളി. 2ാമത്തെ വിളിയുടെ പ്രത്യേകത വായിച്ചാട്ട ഫിലിപ്പിയർ 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 14. ഫിലിപ്പിയർ 3:14. പരമവിളിയാണത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ഇറ്റ്സ് എ ഹൈ കോളിംഗ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയും ഉന്നത വിളിക്ക് യോഗ്യരാക്കി. ശ്രദ്ധിച്ചോ? ആ വിളി എന്ന് പറയുന്നത് ബാക്കിയുള്ള സകല വിളിയും ഈ ലോകത്തിൽ ഒതുങ്ങുന്നതാകുന്നുവെങ്കിൽ ഈ വിളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോകത്തിൽ ഒതുങ്ങുന്നതല്ല, ഇത് അതിനേക്കാളൊക്കെ മേളില. എന്തുവാ ഈ വിളിയുടെ പ്രത്യേകത? ദൈവം ഉന്നത വിളിയാൽ ദൈവം എന്നെ വിളിച്ചു. ശ്രേഷ്ഠമായിരിക്കുന്നൊരു വിളിയായി എനിക്ക് തന്നത്. 3, ആ വിളിയുടെ 3ാമത്തെ പ്രത്യേകത 2 തിമോഥെയോസിലെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 9. അപ്പം വിളിയുടെ പ്രത്യേകത വിശുദ്ധ
വിളിയാ. ഒന്ന്, വിളിച്ചവൻ്റെ ഗുണമുണ്ട്. രണ്ട്, വിളിക്കപ്പെട്ടവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസുമുണ്ട്. വിളിച്ചവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധനാ. നിങ്ങൾക്കറിയാമല്ലോ, സാങ്ക്ടിഫൈഡ്, സെപ്പറേറ്റഡ്, അതാ വാക്കിൻ്റെ അർത്ഥം. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും കാര്യം വെളിപ്പെടുത്തുന്നത്. ഏത് കാര്യത്തിന് വേണ്ടിയും നിങ്ങളെ വേർതിരിക്കാൻ പറ്റും. ആ എന്തിനു വേണ്ടി വേർതിരിക്കപ്പെടുന്നുവോ അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾക്കൂടെ വെളിപ്പെടുന്നത്. നിങ്ങളെ ഒരു മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾക്കൂടെ വിളിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വെളിപ്പെടുത്തേണ്ടത്. അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധനാകിയാൽ ആ വിശുദ്ധനോടുകൂടെ ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാകുന്നുവെങ്കിൽ ആ വിളിക്ക് വില കൊടുക്കുന്നവരും അവരും ആരായിരിക്കും? വിശുദ്ധരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, 3 പ്രത്യേകതയാണ് നമ്മുടെ വിളിക്കുള്ളത്. ഒന്ന്, ഒരു സ്വർഗീയ വിളിക്ക് എന്നെ ഓഹരിക്കാരനാക്കി. 2, ഒരു പരമോന്നത വിളി, ഉന്നത വിളിക്ക് എന്നെ യോഗ്യനാക്കി. 3, ഒരു വിശുദ്ധ വിളി. പ്രിയപ്പെട്ടവരെ, ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന വിളി തന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ വിലയില്ലാത്തവരായതുകൊണ്ടല്ല. സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കുവാൻ കാലങ്ങൾ ഞാൻ എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഒരു സത്യം മനസ്സിലാക്കണം. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗസ്ഥനായിരിക്കും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഈ ലോകത്ത് ഞാൻ പാപിയായി ജീവിച്ച സമയത്ത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. പലവട്ടങ്ങളും പാപത്തിൽ കൂടെ നടക്കുന്ന സമയത്തും എന്നെ പിന്നിൽ നിന്ന് വിളിച്ചൊരു ദൈവമുണ്ട്. കുഞ്ഞെ, നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അന്ന് ഈ ദൈവത്തെ പോലും നോക്കുവാൻ ആഗ്രഹിക്കാതെ, ആ വാക്കിന് പോലും ചെവി കൊടുക്കുവാൻ ആഗ്രഹിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മുൻപോട്ട് കടന്നുപോയ പല സന്ദർഭങ്ങളിലും എൻ്റെ പിന്നാലെ കടന്നു വന്ന്, കുഞ്ഞെ നീ ചെയ്യുന്ന തെറ്റാണെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം തന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ തള്ളിക്കളഞ്ഞ് നടന്ന സമയത്ത് എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പല കാലങ്ങൾ എൻ്റെ പുറങ്കാല് കൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞെങ്കിലും മടുത്തു പോകാതെ എൻ്റെ പിന്നാലെ കടന്നു വന്ന് ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ പിന്നാലെ കടന്നു വന്നു എന്നുള്ളത് എത്ര വലിയ സത്യമായ കാര്യമാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മാത്രമല്ല, നിങ്ങളുടെ പലരുടെയും അനുഭവം ഇത് തന്നെയാ. എന്തുകൊണ്ട് ദൈവമേ നീ ഇത്രയും കാലം എൻ്റെ പിന്നാലെ കടന്നു വന്നു? എന്ത് യോഗ്യത കൊണ്ട് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടം അനുഭവിക്കുവാൻ എന്താ കാരണം? ഒരു കാര്യം ദൈവത്തിന് പറയുവാൻ സാധിക്കും, കുഞ്ഞെ ഞാൻ നിൻ്റെ പിന്നാലെ കടന്നു വന്നതിൻ്റെ കാരണം എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച് എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ്. ഇന്ന് രാത്രി ഒന്ന് പറയുമോ, ഞാനത് മനസ്സിലാക്കുന്നു കർത്താവേ, എന്നെക്കുറിച്ച് അങ്ങേക്കൊരു പർപ്പസ് ഉണ്ട്. ഇത്രയും കാലം എൻ്റെ പിന്നാലെ കടന്നു വന്ന് എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, ഈ ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധ്യമാക്കി തീർത്തത് ആ ദൈവത്തിൻ്റെ വിശുദ്ധമായിരിക്കുന്ന കരങ്ങളാണ്. എന്തുമായി എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ദൈവത്തിൻ്റെ പർപ്പസോടുകൂടി വിളിക്കപ്പെട്ടിരിക്കുന്ന അനേകരെ നമുക്കറിയാം. ഒരു നോഹയെ ദൈവം വിളിച്ചു വിത്ത് എ പർപ്പസ്.
നോഹയ്ക്ക് കൊടുത്തൊരു പർപ്പസ്. ഈ ലോകം മുഴുവൻ ഞാൻ നശിപ്പിക്കുവാൻ പോകുക, പക്ഷെങ്കിൽ അതിൻ്റെ നടുവിൽ നീയും നിൻ്റെ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. സ്വർഗസ്ഥനാർക്ക് ദൈവം ഒന്ന് ആഗ്രഹിച്ചു. ചുരുങ്ങിയ ചില ദിവസങ്ങൾക്ക് ശേഷം മഴ ഈ ഭൂമിയിൽ പെയ്യുവാൻ പോകുക. ലോകത്തിലെ സകല ജീവജാലങ്ങൾ നശിക്കുവാൻ പോകുക, കൊല്ലപ്പെടുവാൻ പോകുക. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം കൂടി ചെയ്തു. നോഹേ, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. അവസാന സമയത്ത് ഒരു ലാസ്റ്റ് ചാൻസ് നിന്നിൽ കൂടെ ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിച്ചു. അതല്ലേ യൂദാ വെളിപ്പെടുത്തുന്നത്? നീതി പ്രസംഗിയായിരിക്കുന്ന ഒരു നോഹയെക്കുറിച്ച് എന്താ അവിടെ വെളിപ്പെടുത്തുന്നത്? അവസാനം ആ ലോകത്തിലെ സകല ജനങ്ങൾക്കും നോഹയിൽ കൊണ്ടൊരു ദൂത് കൊടുത്തു. നശിക്കുവാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. സെക്കൻഡ് ചാൻസ് കിട്ടിയാലും ഹി വിൽ ഗിവ് അനദർ ചാൻസ്. രക്ഷപ്പെടുവാനുള്ള ദ മാക്സിമം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം ഒരു മനുഷ്യനോട് അത് വെളിപ്പെടുത്തിയതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിനറിയായിരുന്നു ആ മനുഷ്യൻ എന്ത് ചെയ്യും. പക്ഷപാതം ചെയ്യും. എങ്ങനെയാണ് പക്ഷപാതം ചെയ്തത്? അബ്രഹാം പറഞ്ഞു, ദൈവമേ, നിൻ്റെ ഒരു സ്വഭാവമുണ്ട്, നീ നീതിമാന്മാരോടുകൂടെ ദുഷ്ടന്മാരെ നശിപ്പിക്കും. ഞാൻ ആ വാക്യം പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിതുവരെ അതൊന്നും മനസ്സിലായില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം, അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള മധ്യസ്ഥത നിങ്ങൾ നോക്ക്. വെറുതെ ഒന്നും പറയുകയല്ല ചെയ്തത്. ഫസ്റ്റ് തിങ് he knew the heart of God. ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നുള്ളത് അബ്രഹാം മനസ്സിലാക്കി. അതാ അബ്രഹാം കൊണ്ട് മുമ്പിൽ വെച്ചത്. എന്തുവാ മുമ്പിൽ വെച്ചത്? നീ നീതിമാന്മാരോടുകൂടെ ദുഷ്ടന്മാരെ That's the character of God. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് മുമ്പിൽ വെച്ചിട്ടാ അബ്രഹാം അടുത്തതിലേക്ക് കടന്നു വന്നത്. ഈ ദേശത്ത് 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരുടെ നിമിത്തം ഈ ദേശത്തെ നശിപ്പിക്കുമോ? ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം എന്തിനായി മനുഷ്യനോട് പറഞ്ഞത്? ദൈവത്തിന് വേണമായിരുന്നു ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം എത്രത്തോളം അബ്രഹാമിന് സാധിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് ദൈവം നോഹയ്ക്ക് ഒരു ചാൻസ് കൊടുത്തു. ഒരു നിർണയ പർപ്പസ് ഉണ്ടായിരുന്നു. നോഹയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുവാനല്ല. ലഭിച്ചിരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ ചിലരെങ്കിലും ആ നോഹ മുഖാന്തരമായിട്ട് പെട്ടകത്തിനകത്തെ കടക്കുമോ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കാണുവാൻ ആഗ്രഹിച്ചു. ശ്രദ്ധിക്കണേ, എൻ്റെ ലൈഫ്, നമ്മുടെ ലൈഫും അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചിലരൂടെ ആ പെട്ടകത്തിൽ കയറുവാനുണ്ട്. ദൈവത്തിൻ്റെ ഒരു നിർണയമുണ്ട്. ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന വിളിയിൽ കൂടെ ദൈവം എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനനുസരണമായിട്ടൊരു പ്രവൃത്തി എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം വിളിച്ചിരിക്കുന്ന ആർക്കും പർപ്പസോടും കൂടെ വിളിച്ചിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി പേരെ നമുക്കറിയാം. വേദപുസ്തകം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെതായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആരെയും വിളിച്ചു വേർതിരിച്ചിട്ടില്ല. സാധാരണപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇല്ലേ? പത്രോസിനെ, യാക്കോബിനെ വിളിച്ചത് എവിടുന്നാ? മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ നോർമൽ റൊട്ടീൻ ജോബാണ് അത്. നിങ്ങളെയൊക്കെ വിളിച്ചതൊന്ന് ചിന്തിച്ച് നോക്കി, എന്നെ വിളിച്ചൊന്ന് നോക്കി. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും അല്ല. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്തത്. ദൈവം എന്നെയും നിങ്ങളെയും വേർതിരിക്കുവാനിടയായി തീർന്നത് ഫ്രം ദി ഓർഡിനറി ലൈഫ്.
അവിടെ ആ ദൈവത്തിൻ്റെ പ്രത്യേകത കാണിക്കുന്നത് സാധാരണപ്പെട്ട ജീവിതങ്ങൾ കൂടെ ദൈവത്തിൻ്റെതായിരിക്കുന്ന കരങ്ങൾ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെതായിരിക്കും ഉന്നതം എന്തെന്നുള്ളത് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, എന്നെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത്? പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നെന്ന് വിശ്വസിക്കുന്നു. ഏത് അവയവത്തിനും ഓരോ പ്രവൃത്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേണ്ടാത്ത ഒരു പ്രവൃത്തി ഇല്ലാത്ത ഏതെങ്കിലും ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടോ? ഏത് കൊച്ചു കാര്യങ്ങളാണെങ്കിലും അതിനും എന്തോ ഉണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. വെറുതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ദൈവം ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പർപ്പസുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശരീരമാ കർത്താവായ യേശുവിൻ്റെ സഭയാകുന്ന കർത്താവായ യേശുവിൻ്റെ ശരീരത്തിലൊരു പാർട്ടായിട്ട് എന്നെയും നിങ്ങളെ മാറ്റിയിരിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് എന്തോ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹാമിനെ ഒരു പർപ്പസോടുകൂടെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, നോഹയെ ഒരു പർപ്പസോടുകൂടെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, മോശയെ ഒരു പർപ്പസോടുകൂടെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, യോശുവയെ ഒരു പർപ്പസോടുകൂടെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, അതേ ദൈവമാണ് എന്നെയും വിളിച്ചത് ഒരു പർപ്പസോടുകൂടെയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പർപ്പസാ. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകുവാൻ അല്ല, ടു പാർട്ടിസിപ്പേറ്റ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനോട് കൂടെ കൂട്ടിച്ചേർന്നാ ഞാൻ പോകണ്ടേ. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ടത് കർത്താവായ യേശുവിനോടുകൂടെ കൂട്ടിച്ചേർന്ന യേശുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു കൊണ്ട് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണേ, നമുക്ക് എന്തായിരിക്കും നമ്മളെക്കുറിച്ചുള്ള പർപ്പസ്. എല്ലാ പർപ്പസും വെളിപ്പെടുത്തുവാൻ എനിക്ക് മുമ്പ് സമയമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കും. ഒന്ന് വായിച്ചാട്ട്, ഒന്ന് പത്രോസ് ലേഖനം 2-ാം അധ്യായം, 1 Peter chapter 2 verse number 9. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ ആര് എന്നുള്ളത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുക. ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ 4 യോഗ്യതകളെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ആരാ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട താഴോട്ട്, അന്ധകാരത്ത് 40 പ്രകാശം വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. നമ്മളൊരു നേഷനാ. ദൈവത്തിൻ്റെ ഒരു പർപ്പസ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ഒരബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഒരു ഇസ്രായേലിൽ നിന്നുള്ള രാഷ്ട്രമാക്കി മാറ്റുവാൻ ഇടയായിത്തീർന്ന പോലെയാണ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒരുമിച്ച് അവൻ്റെ സഭയാകുന്ന ശരീരത്തോടുകൂടെ കൂട്ടിച്ചേർത്ത് പുതിയ നമ്മ വിശ്വാസി എന്നുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിൽ നിൽക്കുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളെ എന്തിനു വേണ്ടി വിളിച്ചിരുന്നുവോ ആ വിളി അവരുടെ ജീവിതത്തിൽ കൂടെ നിവർത്തിക്കാഞ്ഞത് കൊണ്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും പുതിയ നിയമവിശ്വാസികളായി വിളിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ദൗത്യം എന്തായിരുന്നറിയാമോ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലോകം മുഴുവൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ശലോമോൻ ദേവാലയം പണി കഴിച്ചപ്പോൾ ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു: ലോകത്തിൻ്റെ സകല രാജ്യങ്ങളിൽ നിന്നും ജനം ഇവിടെ കടന്നു വരും. അവർ ഈ ആലയത്തിൽ വന്ന് മുട്ടുമടക്കും. അവർ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, നീ അവർക്ക് ചെയ്തു കൊടുക്കണം. എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ശലോമോൻ മനസ്സിലാക്കി, ആലയമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ സകല ജനങ്ങൾക്കും ഒരാശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ കണ്ടുമുട്ടുമാളൊരു മുഖാന്തരമാണ്. ഇന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനാ? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പൊ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒന്നാമത്തെ നിർണയം, പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കണം. പാസ്റ്റർമാർക്ക് മാത്രമുള്ള ജോലിയാണോ? അതോ ബാക്കി ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ജോലിയാണോ? അല്ല. പിന്നെ ഈ ജോലി ആർക്കുള്ളതാ? ഓരോ വിശ്വാസിക്കും ഈ ജോലിയുണ്ട്. എന്തുവാ ജോലി എന്ന് പറയുന്നത്? സൽഗുണങ്ങളെ ഘോഷിക്കുക. ദൈവവചനം അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ വലുതാ. നിങ്ങളുടെ അടുത്ത് വരുന്നവരോട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം സാക്ഷ്യമായി കൊടുക്കുന്നേ. അതല്ലയോ ഏറ്റവും വിലപ്പെട്ടുള്ളത്? നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളുടെ ഒരു കൂട്ടുകാരോട് ചേർന്നിരുന്ന് എന്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെന്ന് 10 കൊല്ലം കഴിഞ്ഞാണെങ്കിലും അവരുടെ മനസ്സിൽ കിടക്കും, ഇന്നാൾ എന്നോട് പറഞ്ഞതാ, അവരുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തതാ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലും ദൈവം ചെയ്യും. പ്രിയപ്പെട്ടവർ, എന്താ വേണ്ടത്? ദൈവത്തിന് എന്നോടുള്ള തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള നിർണയമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്, സുവിശേഷം പറയണമെന്നുള്ളത്. മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ദൈവത്തിനൊരു വലിയ ആഗ്രഹമുണ്ട്, ദൈവത്തിനൊരു മനസ്സുണ്ട്. ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ആരും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും നശിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം നോക്കി പറയും അവൻ ശരിയാകത്തില്ല. കാരണം അത് നമ്മുടെ കാഴ്ചപ്പാടാണ്, ഇല്ലേ? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ എക്സ്പീരിയൻസ് അതാ. പക്ഷേ ദൈവത്തിന് അവരെ നോക്കി പറയാൻ എന്തേ ഉള്ളൂ? അവരും നശിച്ചു പോകരുത്. അപ്പം ആരെങ്കിലും നശിച്ചു പോകുന്നതിനകത്ത് ദൈവത്തിൻ്റെ താല്പര്യം. എന്നെ വളരെ ഭാരപ്പെടുന്നൊരു ഭാഗമുണ്ട്. എഹെസ്കേൽ പ്രവചനത്തിൽ വാക്യമുണ്ട്, എടുക്കണ്ട. ആ വാക്യം ഇപ്രകാരമാണ്: ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമുണ്ടോ? അവൻ തൻ്റെ ദുഷ്ടത വിട്ടു തിരിഞ്ഞ് നീതി പ്രവർത്തിക്കണമെന്നുള്ളതല്ലോ എൻ്റെ ആഗ്രഹം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദ മൈൻഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഹൃദയമെന്ന് ചിന്തിച്ച്. ദൈവം എന്താ പറയുന്നേ? ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് യാതൊരു പ്രത്യേകതയും അതിനകത്തില്ല. ദുഷ്ടൻ മരിക്കുന്നതിലല്ല എൻ്റെ ഇഷ്ടം. അവൻ തൻ്റെ ദുഷ്ടത വിട്ടു തിരിഞ്ഞ് നീതി ചെയ്യണം. അതാണ് ദ മൈൻഡ് ഓഫ് ഗാഡ്. അതിനാണ് ദൈവം ചെയ്തത്, ഏറ്റവും വിലപിടിപ്പുള്ളത് നൽകിയത്. അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ വിലപിടിപ്പുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അബ്രഹാം കൊണ്ട് ഈ യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ബാലിൻ്റെ മേൽ നീ കത്തി വെക്കരുത്. അവിടെ ആ കത്തി വെക്കാതെ രക്ഷപ്പെടുത്തിയെങ്കിൽ സ്വർഗസ്ഥനായിരിക്ക് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ കൊടുക്കുവാനായിട്ടിടയായി തീർന്നപ്പോൾ. നിങ്ങൾക്കറിയാം, ആ കാൽവക്കുശിൽ കിടക്കുന്നൊരു സമയം, നല്ല ഉച്ച സമയം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, സൂര്യൻ ഇരുണ്ടു. ഒരു നിലവിളി അവിടെ കേൾക്കുക, എലോഹി എലോഹി ലമ്മ ശബക്താനി. ആ വാക്കിൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്താ വാക്കർത്ഥം? കർത്താവായ യേശു വേദനയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കാന്നോ? അല്ല.
കർത്താവായ യേശു ആ സമയത്ത് മനസ്സിലാക്കി, ദൈവം കൂടെ എന്നെ കൈവിടപ്പെട്ട ഒരു സമയം. എന്തുകൊണ്ട് ദൈവം കൈവിട്ടു? ദൈവം കൈവിടുവാൻ കാരണമുണ്ട്. ഇപ്പോൾ കിടക്കുന്നത് പുത്രനല്ല, ഇപ്പോൾ കിടക്കുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപവും ദൈവമായിരിക്കുന്ന ബന്ധം എന്തുവാ? ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. ആ പാപം ചുമക്കുന്നൊരു കുഞ്ഞാട് കിടക്കുമ്പോൾ ആ കുഞ്ഞാടുമായിട്ട് ദൈവത്തിനൊരു ബന്ധമില്ല. മുഴുവൻ പാപത്തിലാണ് കിടക്കുന്നത്. ദൈവം മാറി. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം തൻ്റെ മകനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ദൈവമാണ് യഥാർത്ഥമായിട്ട് ആ മകനെ കൊടുത്തത്. ഒരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങളോട് ഞാൻ പറയട്ടെ. എന്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നിങ്ങൾക്ക് മടക്കി തരും. ഇന്നലെ ഞാൻ പറഞ്ഞൊന്ന് വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾ 10 മിനിറ്റ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ലാഭമുണ്ടാകും. ദൈവത്തിന് നിങ്ങൾ എന്ത് കൊടുത്താലും അതൊരിക്കലും നഷ്ടമാകത്തില്ല. അനേകം മടങ്ങ് നമുക്കത് മടക്കി ലഭിക്കുവാനിടയായി തീരും. ദൈവത്തിൻ്റെ ഒരു നിർണയമാണ്, പർപ്പസാണ്. എന്നെ വിളിച്ചിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെതായിരിക്കുന്ന സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന്. രണ്ടാമത് ദൈവത്തിൻ്റെ പർപ്പസ് എവിടേക്ക് പോകുന്നു? വായിച്ചാട്ട് എഫേസ്യർ 3:11 എഫേസ്യർ 3:11. അനാദി നിർണയപ്രകാരം ദൈവത്തിൻ്റെ ഒരു പർപ്പസ്. അത് ഇന്നലെ വന്നൊരു പർപ്പസ് അല്ല. ദൈവത്തിൻ്റെ ഒരു ഇറ്റേണൽ പർപ്പസാ. എന്തുവാ? എന്ത് ഭാഗിയായി വന്നത്? മുകളിലത്തെ ഭാഗം. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. അപ്പം എന്തുവാ വെളിപ്പെട്ട് വന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കപ്പെട്ടത്. എന്തുവാ യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കപ്പെട്ടത്? രക്ഷയുടേതായിരിക്കുന്ന ഒരു പൂർണ്ണത. അത് നിവർത്തിക്കപ്പെട്ടത് ആകുന്നുവെങ്കിൽ അത് എന്തറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു? സഭ മുഖാന്തരം അറിയണം. അപ്പോൾ സഭയ്ക്കുള്ളൊരു പർപ്പസ് എന്തുവാ? കർത്താവായ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തുക. എന്നെ വിളിച്ചിരിക്കുന്ന പർപ്പസ് കർത്താവിനെ വെളിപ്പെടുത്തുക. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ കടന്നു വരുവാൻ സാധിക്കും. അതിന് തടസ്സങ്ങൾ ഒത്തിരി കടന്നു വരുന്നുണ്ട്. ഒന്ന് വായിച്ചായിട്ട് ഗലാത്യ ലേഖനം 1-ാം 15 വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:15-17. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 15 വാക്യം ഒന്ന് വായിച്ചാട്ട്. പൗലോസ് പറയുക, എൻ്റെ ജനനം മുതൽ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ വേർതിരിച്ചു. നെക്സ്റ്റ്. അപ്പോ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആ വാക്യം പറയുന്ന ഇപ്രകാരമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാണ് ദൈവം പൗലോസിനെ വിളിച്ചത്. ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ് എന്തായിരുന്നു? ജാതികൾക്കൊരപ്പോസ്തലനായി. അത് എങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചത്? ആ വേർഡ് വെളിപ്പെടുത്തുന്നു. യേശുവിനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ. ഹോളി ഗാഡ്, നിങ്ങൾ ശ്രദ്ധിച്ചു. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്. യേശുവിനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതി പറഞ്ഞാൽ, ഞാൻ യേശുവിൻ്റെ സ്വഭാവം എന്നിൽ കൂടെ വെളിപ്പെടുത്തുന്നവനാകണം. യേശുവിൻ്റെതായിരിക്കുന്ന ക്യാരക്ടർ
അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ ദൈവം തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ രൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. ദാറ്റ്സ് മുൻനിയമനമാണ്. ഇറ്റ്സ് പ്രീ ഡിസ്റ്റൈൻഡ്. അത് ഓൾറെഡി നടന്നിരിക്കുന്നൊരു കാര്യമാണ്. നോ വേ ക്യാൻ ചേഞ്ച് ഇറ്റ്. അതാർക്കും മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷനെ ഒരു മനുഷ്യനും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് പെർമനൻ്റായിട്ട് കിടക്കുന്നതാണ്. അതിന് മാറ്റം വരാൻ പറ്റത്തില്ല. എന്തുവായിരുന്നു ആ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? ഒന്ന്, തൻ്റെ പുത്രനോട് അനുരൂപരായി തീരുവാൻ. ഇന്ന് ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ പഠിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കഷ്ടത എന്നെ എങ്ങോട്ട് നടത്തും? സഹിഷ്ണുതയിലേക്ക്. സഹിഷ്ണുത എന്നെ എങ്ങോട്ട് നടത്തും? സിദ്ധതയിലേക്ക്. സിദ്ധത എന്നെ എങ്ങോട്ട് നടത്തും? പ്രത്യാശയിലേക്ക്. അപ്പോൾ കഷ്ടത വരുന്നതിൻ്റെ അടുത്ത ലെവൽ, അടുത്ത സ്റ്റെപ്സ് എന്തുവാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നേ? നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. കഷ്ടതയിൽ നിന്ന് വി ക്യാൻ അവോയ്ഡ് ഇറ്റ്. രണ്ട്, കഷ്ടതയിൽ നമുക്ക് സഹിക്കാം. സഹിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? നിങ്ങൾ അതിന് കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. ആ കഷ്ടതയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടാതെ സഹിഷ്ണുതയുടെ ആവശ്യമില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലൈഫിലും അത് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വാ. യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം, എങ്കിലും എന്തോ ചെയ്തു കർത്താവായ യേശു? ആ കഷ്ടത സഹിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ കഷ്ടത എങ്ങോട്ട് നടത്തണം? സഹിഷ്ണുതയിലേക്ക് നടത്തണം. ഈ സഹിഷ്ണുത നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ എന്തുവാന്ന് പറയുക? സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ സ്വരൂപമാകുകയാണ് അത് ചെയ്യുന്നത്. നമ്മൾ സഹിക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, മാനുഷികമായിട്ട് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ സഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കും ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് വേണം. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എൻ്റെ തലയിലെ ഒരു തലമുടി പോലും ദൈവം അറിയാതെ പൊഴിഞ്ഞു പോകത്തില്ല. എൻ്റെ കാൽ കല്ലിൽ തട്ടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇതിന് മറിച്ചെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ബോധ്യമാണ് ദൈവത്തിൽ എന്നെ പരിപൂർണമായിട്ട് ചാരുവാനായിട്ടിടയായിത്തീരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ക്യാരക്ടർ എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സഹിഷ്ണുത ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സാണ് നടക്കുന്നത്. ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് എന്നെ എങ്ങോട്ട് നടത്തുന്നു? ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒരു ഹോപ്പിലേക്കാണ്, പ്രത്യാശയിലേക്കാണ്. കാരണം എന്തുവാ? ഈ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇയ്യോബ് പറയുന്നത് പോലെ, ഈ ത്വക്ക് ദ്രവിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൂടി ഞാൻ അവനെ കാണും. എന്തുവാ പ്രത്യേകത? എന്തുവാ? ആ സഹിക്കുന്നതായിരിക്കുന്ന കഷ്ടത തൻ്റെ ജീവിതത്തെ സഹിഷ്ണുതയിലേക്ക് കടന്നു വന്നു. അതൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് കടന്നു വന്ന് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ അത് ഫൈനലി എൻഡ് ചെയ്യുന്നത് ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ആ രക്ഷ മനസ്സിലാക്കി മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്ന ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണമേ, ജീവിതത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാസൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പൗലോസ് പറയുന്നൊരു ഭാഗമാ, ഞാൻ എവിടെ കടന്നുപോയാലും ആ പുത്രനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പെടുന്നത് താനല്ല, പിന്നെയോ യേശുവ. ഞാൻ മടങ്ങി വരിക വീണ്ടും. Purpose of his calling to participate with Christ. കർത്താവായ യേശുവിനോട് കൂടെ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയാണ് എൻ്റെ പർപ്പസ്. അതിനുവേണ്ടിയായി എന്നെ വിളിച്ചിരിക്കുന്നത്.
എൻ്റെ സ്വന്തം ഒരു എഫേർട്ടിന് വേണ്ടിയല്ല. കർത്താവായ യേശുവിനോടൊരു പങ്ക് കച്ചവടം. നമ്മൾ മനസ്സിലാക്കണമേ, ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഏത് മേഖലകളും എനിക്കും നിങ്ങൾക്കും വേണ്ടത് അതാ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് തൻ്റെ പുത്രനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. ആ വാക്യം വീണ്ടും ഒന്ന് വായിച്ച്, വളരെ ബ്യൂട്ടിഫുൾ. ഗലേഷ്യൻസ്. എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചൊരു ദൈവം. യെസ്. ആ ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വേർഡ്? അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. ആർക്ക് പ്രസാദം തോന്നി? ദൈവത്തിന്. എന്തുവാ പ്രസാദം? നോക്കി നിങ്ങൾ ആ മനുഷ്യൻ്റെതായിരിക്കുന്ന ആ വ്യക്തിത്വത്തെ നോക്കി. പൗലോസ് പറയുന്നത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നിൽ കൂടി എന്തുവേണ്ടി കഷ്ടം അനുഭവിച്ചിട്ട് ആ യേശുവിനെ വെളിപ്പെടുത്തുന്നില്ലേ? എന്തുവേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചു? ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. അപ്പോൾ അത്രമാത്രം കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ താൻ പറയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആ യേശു ക്രിസ്തുവിനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ആര് പ്രസാദിച്ചു? ദൈവത്തിന് പ്രസാദം തോന്നി. ആരെ മഹത്വപ്പെടുത്തി? ആരെ അവിടെ ഉയർത്തിയത്? പൗലോസേ, ഈ നാളുകളൊക്കെ നീ എന്തുവാ സഹിച്ചത്? എത്രമാത്രം ബുദ്ധിമുട്ട് നീ അനുഭവിച്ചു, എത്രമാത്രം വേദനയിൽ കൂടെ നീ മുൻപോട്ട് കടന്നുപോയി. ആ വേദനയിൽ കൂടെ കടന്നുപോയത് നിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്നൊരു പദവിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഇവിടെയും പൗലോസിനെ പറയുവാനിടയായിത്തീരുന്നത്, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ എൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം എന്നിൽ പ്രസാദിച്ചതാണ് എന്നിൽ കൂടെ യേശു വെളിപ്പെടുവാനിടയാകുന്നത്. ദൈവത്തിൻ്റെ പ്രസാദമാണ് ദൈവത്തിൻ്റെ കരങ്ങൾ ജീവിതത്തിൽ കൂടെ അനുഭവിപ്പാനിടയായിത്തീരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നിയപ്പോൾ ഞാൻ മറ്റൊന്നും എല്ലാം ഞാൻ വിട്ടങ്ങ്, ഞാൻ ആരോടും ഞാൻ ആലോചിക്കാൻ പോയില്ല. കാരണം ആലോചനക്കാര് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കാര്യമാണ്, നിനക്കിപ്പം നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ മുഖാന്തരവും ഉണ്ട്, നിൻ്റെ അപ്പൻ വലിയ പണക്കാരനാണ്, നീ ഒരു കഷ്ടപ്പാടും വേണ്ട, നീ വെറുതെ തന്നെ ജീവിച്ചാൽ മതി, എന്തിനായി അടികൊള്ളാൻ പോകുന്നത്? റേറ്റിംഗ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ? ഒന്ന് മനസ്സിലാക്കണമേ, പൗലോസ് ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെതാർക്ക് തന്നെക്കുറിച്ചുള്ള പർപ്പസ്, ആ പർപ്പസ് നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ കൂടെ താനൊരു തീരുമാനത്തോടെ മുൻപോട്ട് കടന്നുപോയി. അതിൻ്റെ അന്ത്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ അവസാന സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയപ്പെടുന്നൊരു വാക്യമുണ്ട്, അതിപ്രകാരമാണ്, ഞാൻ നല്ലപോ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒന്നോർത്തെ, ഈ ഒരവസ്ഥയിൽ കൂടെ മുൻപോട്ട് കടന്നു പോയിട്ട് തൻ്റെ ജീവിതത്തെ എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു? പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അവിടെയും താൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ടല്ല, എനിക്ക് മാത്രമല്ല, അവനെ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഒന്നോർത്ത് നോക്കി, ആ മനുഷ്യൻ്റെ ഒരു സെൽഫ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ?
there is no self in him. ഒരു സ്വയത്തിൻ്റെ ഒരു ചിന്തയോ ഒരു ബോധ്യമോ ഇല്ല. എന്തായിരുന്നു ആഗ്രഹം? ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്. ഒരു നിർണയത്തോടെ വിളിച്ചിരിക്കുന്നു. സത്യമെന്നുള്ളത് താൻ മനസ്സിലാക്കി. നിർണയപ്രകാരം വിളിക്കപ്പെട്ടുവെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വളരെ പെട്ടെന്ന് 1, 2, 3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയത്തിന് തീർക്കാം. ഓക്കെ, ഒന്ന് വായിച്ചാട്ട്. ഒന്നാമത് എന്ത് ചെയ്യണം? The response to his purpose. Acts chapter 26 verse 19. അപ്പോസ്തലർ 26:19. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഒരു പർപ്പസോടുകൂടെ നീ വിളിക്കപ്പെട്ടുവെങ്കിൽ do not be disobedient to your calling. ദൈവത്തിൻ്റെതായിരിക്കുന്ന വിളിക്ക് അനുസരണക്കേട് കാണിക്കരുത്. ആരുടെ മുമ്പിലായി ഈ വേർഡ് പറയുന്നറിയാമോ? തന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു രാജാവിനോട്, ഈ അവസ്ഥയിൽ തന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു രാജാവിനോട്. ആ മനുഷ്യൻ പറയുന്നൊരു വേർഡാണ്, അഗ്രിപ്പ രാജാവേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ ഭാഷയിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞല്ലോ, ജഡരക്തങ്ങളോട് താൻ ആലോചിച്ചില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോൺവെർസേഷൻ വഴി പോയില്ല. പകരം താൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത്, കർത്താവായ യേശുവിനെ തന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ തക്കണം ആഗ്രഹിച്ചുവെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായിരിക്കും നിർണയം തൻ്റെ മേൽ കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെതായിരിക്കും ഒന്നാമത്തെ പ്രത്യേകത, ഹി വാസ് ഒബീഡിയൻസ് ടു ഹിസ് ഗോഡ്. ഇന്ന് രാത്രി ഈ സലാലയിലെ MFGC ചർച്ചിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഒരു പർപ്പസോടുകൂടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നോഹയെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് പോലെ, മോശയെക്കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ടായിരുന്നത് പോലെ, പൗലോസിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദൈവത്തിന് പർപ്പസ് ഉണ്ടായിരുന്ന പോലെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസുണ്ട്. ആ പർപ്പസ് നിങ്ങൾക്കൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രാരംഭമായിട്ട് വേണ്ടത്, ഒരു കാലത്തും അതിനനുസരണക്കേട് കാണിക്കരുത്. ഡു നോട്ട് ബി disobedient to your purpose. നിങ്ങളുടെ ഉദ്ദേശത്തിന്, ദൈവ ഉദ്ദേശത്തിന് എതിരായിട്ട് നിൽക്കുവാനിടയാകരുത്. 2, എന്ത് ചെയ്യരുത്? വായിച്ചാട്ടെ, ജെരമ്യാ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 8. യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജെരമ്യാ ചാപ്റ്റർ 1 വേഴ്സ് 8. നീ അവരെ ഭയപ്പെടരുത്. വേഴ്സ് 17, 17-ാമത്തെ വാക്യം കൂടെ. അപ്പോൾ ദൈവം ഒരു പർപ്പസ് യെരമ്യാവിന് കൊടുത്തു. പട്ടമത്തെയായിരുന്നോ? അല്ല. ദൈവം ആ പർപ്പസ് കൊടുത്തവ യെരമ്യാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, യു ഹാവ് ടു ഡു വാർ. ഇല്ലേ? എന്നല്ലേ എൻ്റെ അർത്ഥം? നിനക്കൊരു യുദ്ധം ചെയ്യണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പർപ്പസ് എന്നിൽ കൂടെ നിറവേറ്റപ്പെടണമെങ്കിൽ ഒരു യുദ്ധം ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു സുഖകരമായിരിക്കുന്നൊരു യാത്രയല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ അറിയത്തില്ല ദൈവം നിങ്ങളെ താങ്ങുന്ന താങ്ങ് എത്ര വലുതാണെന്ന്. കഷ്ടത കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഈ ഒരവസ്ഥയെ കൂടെ കടന്നു പോയത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു തന്നു. ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കുക. ആ പിക്ചർ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റുന്നില്ല. ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, ഗവൺമെൻറ് ഒരു കൂട്ടം ആൾക്കാരെ പിടിച്ചു, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്.
എന്നിട്ട് മറ്റ് അത്രയും ആൾക്കാരെയൊന്നും എനിക്ക് കൂടെ നിൽക്കുന്നവരെ അകത്തൊരു വലിയൊരു ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് അവിടെ ഒരു വലിയ ഒരു ജഡ്ജ് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുടിൽ ഞാൻ കാണുന്നുണ്ട്. ഒരു 3 പല്ല് പറിക്കാൻ പറ്റുന്ന വീതിയുള്ളൊരു കുടിൽ വ്യക്തമായിട്ട് കാണുക. എന്നിട്ട് അദ്ദേഹം ജഡ്ജ്മെൻ്റ് കൊടുത്തു, ഇത് നിങ്ങളിപ്പോൾ ഈ കർത്താവിനെ തള്ളി പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പല്ല് ഇപ്പം പിടിതെടുക്കുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഓഫ് ഒരു ശിക്ഷയാണ്. അപ്പോൾ ചിലരൊക്കെ തള്ളിക്കളഞ്ഞിച്ച് പോയി, ചിലർ അത് ഏറ്റെടുത്തു. എൻ്റെ ഊഴം വന്നു. അന്നേരം ഐ വാസ് ടോട്ടലി ഫിയേർഡ്. സത്യമാണ് കേട്ടോ, ഒത്തിരി ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്. ഇതെന്തുവാ കാരണം? പല്ലിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണെന്ന് എനിക്കറിയാം. അന്നേരം ഈ 3 പല്ലൊക്കെ ഒരുമിച്ച് പിടിച്ച് പറിച്ചു കഴിഞ്ഞാൽ എന്തുവായിരിക്കും അവസ്ഥ? ഇറ്റ് വാസ് സോ സിവിയർ. അന്നേരം വേദന കൊണ്ട് ഞാൻ വേദന എന്താണെന്നുള്ളത് സംഭവം നടന്നിട്ടില്ല. എന്നിട്ട് ഫൈനലി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പോയിരുന്നു. എൻ്റെ 3 പല്ലം പറിച്ചു. ഞാൻ അത് കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ, മനസ്സിലായി? ഞാൻ അന്ന് ചിന്തിച്ചു, ഞാൻ പറയപ്പെടുന്നതായിരിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത്, ആ കഷ്ടത കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, അതൊന്നുമില്ലായിരുന്നു. എനിക്ക് വേദനയില്ലായിട്ടല്ല, പകരം എന്ത് സംഭവിച്ചു? എൻ്റെ വേദന അവൻ ചുമന്നു. മനസ്സിലായോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള കഷ്ടതയൊക്കെ ഇന്ന് നോക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് കാണാം. കാരണം എന്നാണെന്നറിയാമോ? ആ കഷ്ടതയിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാനല്ല നടന്നത്, അവൻ എന്നെ വഹിച്ചതാ. ഞാനവൻ്റെ ചുമലില്ല. ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നത്. അത് സംഭവിക്കുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ അന്ന് കണ്ടതാ. പക്ഷെങ്കിൽ അത് ഇന്നും ഒരു പച്ച സ്വപ്നമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുക. അത് ഓക്കെ, മുൻപോട്ട് കടന്നു പോട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഇതിന്? ദൈവത്തിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റുവാൻ തക്കവണ്ണം എനിക്ക് എന്ത് ചെയ്യണം? ഒരു യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ യുദ്ധമില്ലാത്തൊരു ജീവിതമല്ല. പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നീ അവരെ ഭയപ്പെടരുത്. അപ്പോൾ ഭയപ്പെടുവാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റൊരു വലിയ സത്യമുണ്ട്. വായിച്ചേ, അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാന പോർഷൻ ഒന്ന് വായിച്ചേ. ആ, അപ്പോൾ എന്തുവാ വാക്യം പറയുന്നത്? നീ അവരെ കണ്ട് ഭ്രമിച്ചാൽ എന്തോ ചെയ്യുന്ന പറയുന്നത്? നീ അവരെ കണ്ട് ഭ്രമിച്ചാൽ സ്വർഗത്തിലെ ദൈവം കൂടെ നിന്നെ എന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം? അപ്പൊ എന്തായിരിക്കണം എൻ്റെ ആറ്റിറ്റ്യൂഡ്? ഒരു യുദ്ധം എൻ്റെ മുമ്പിൽ ഉണ്ട്, പക്ഷെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഡു നോട്ട് ഹാവ് എനി ഫിയർ. ധൈര്യമായിട്ട് നാം മുൻപോട്ട് കടന്നു പോകണം. 3-ാമത്തെ സ്റ്റെപ്പ് വായിച്ചിട്ട് ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 7. യെരമ്യാ 1:7. ആ, നീ ബാലൻ എന്ന് പറയും. ഡു നോട്ട് സേ എനി എക്സ്ക്യൂസ്. ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലരുത്. കാരണം ദൈവം ഈ ഒരു നിർണയിച്ചപ്പോൾ തന്നെ യെരമ്യാവ് ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു. ബാലനാണ് ഇല്ലേ? ഈ വലിയ വേല ഏൽപ്പിക്കാൻ പോകുന്ന ആരോടാ? ഒരിക്കലും അനുസരിക്കാത്ത ഒരു കൂട്ടം ജനത്തോട്, കടുത്ത നെറ്റിയുള്ളവരോടാ. അപ്പോൾ തൻ്റെ എതിരാളികൾ വളരെ ശക്തമാണെന്ന് ദൈവത്തിനറിയാം. യെരമ്യാവിൻ്റെ എതിരാളികൾ വളരെ ശക്തരാണ് ദൈവത്തിനറിയാം. യെരമ്യാവ് ബാലനാണെന്നും ദൈവത്തിനറിയാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബാലനായിരിക്കുന്ന നിന്നെ കൊണ്ട് കഠിനനായിരിക്കുന്നവർക്ക് എതിരായിട്ട് സംസാരിപ്പാനാണ് ദൈവം നിന്നെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുന്ന ഒരു ജോലി ചെയ്യുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ കൊണ്ട് അസാധ്യമായ കാര്യം ചെയ്യിപ്പിക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നേ? അപ്പോൾ നമ്മുടെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ മാനുഷികമായിരിക്കുന്ന കണ്ണുകൊണ്ട് കണ്ടിട്ട്
ഞാൻ ഒരു അസസ്മെൻ്റ് ചെയ്യുന്നതാണ് എൻ്റെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിർണയിച്ചവൻ ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ പർപ്പസാണ്. ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ടൊരു പർപ്പസിന് വേണ്ടി വിളിച്ചുവെങ്കിൽ എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് എന്തോ ഉണ്ടാകരുത്. എക്സ്ക്യൂസ് ഒന്നും അങ്ങോട്ട് പറഞ്ഞല്ലല്ലോ. എക്സ്ക്യൂസ് കൊണ്ട് പറ്റുന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തരും. നാലാമത്തെ പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്ത്? വായിച്ചു പുറപ്പാട് പുസ്തകം 4-ാം അത് തന്നെ പുറപ്പാട് പുസ്തകം 4-ാം 10-11 വാക്യം. മോശയുടെ ലൈഫിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചോ? മോശയുടെയും കാര്യം ഇത് തന്നെയാണ്, ഒരു എക്സ്ക്യൂസാണ്. ആ മോശ പറയുന്നൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മുൻപേ തന്നെയും. പിന്നെ നീ അടിയനോട് നീ എന്നോട് സംസാരിച്ചിട്ട് എന്ത് വന്നിട്ടില്ലെന്നാ? എൻ്റെ ലൈഫിലൊരു മാറ്റവും വന്നിട്ടില്ല. അന്നും ഞാൻ വിൽക്കനാ ഇന്നും എന്നല്ലേ മോശ പറഞ്ഞേ. അതുകൊണ്ട് കർത്താവേ വേണ്ട. പക്ഷെ എപ്പോഴും ശ്രദ്ധിച്ചോണേ, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ബലം തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വൻകരങ്ങളാണ് നമ്മിൽ കൂടെ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ പർപ്പസിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്ന്, ആ പർപ്പസിന് ഒന്ന് കീഴ്പ്പെട്ടു കൊടുക്കുക. സബ്മിറ്റ് ടു ഹിസ് പർപ്പസ്. ദൈവത്തിൻ്റെ പർപ്പസിന് ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. സ്വർഗസ്ഥനായ ദൈവം എന്നെ കൊണ്ട് അത് നിറവേറ്റപ്പെടും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ തന്നെ തന്നെ. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടച്ച് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നിങ്ങളുടെ കണ്ണുകളും തിരിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ കൂടെ നാം കേൾക്കുവാൻ ഇടയായിത്തീർന്നത്, ഗാഡ് ഹാസ് കോൾഡ് യു വിത്ത് എ പർപ്പസ്. ദൈവം എന്നെ ഒരു ഉദ്ദേശത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് എൻ്റെ ജീവിതത്തിലുണ്ട്. 2 കാര്യങ്ങളാണ് ഞാൻ പർപ്പസിൽ പറഞ്ഞത്. ഒന്ന്, ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. 2, പുത്രനെ യേശുവിനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ. ഇന്ന് രാത്രി ഒന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുമോ? കർത്താവെ, എല്ലാവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമതാ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്. ഒരു സ്പെഷ്യൽ കോളിംഗ് എനിക്ക് കിട്ടുന്നതിന് മുൻപ് ആ ജനറൽ കോളിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമതാ. കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവെ, ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ഓർക്കണമേ. ആ പർപ്പസ് ഞാൻ സ്വയമായിട്ട് ചെയ്യുവാനല്ല, വിത്ത് ദ പാർട്ട്ണർഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനോടുകൂടെ കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ശാന്തമായി ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് ആ യേശുവിന് കൈയൊന്ന് കൊടുക്കുന്നു? യേശുവിന് കൈ കൊടുത്തുകൊണ്ടെന്ന് പറയാമോ? കർത്താവേ, അങ്ങയുടെ പർപ്പസിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റിപ്പാൻ എൻ്റെ പിതാവേ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. സബ്മിറ്റിംഗ് ടു യു മൈ ലോർഡ്. ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പരിപൂർണമായിട്ട് ഫലമേൽപ്പിക്കുക. അയോഗ്യനെന്ന് തോന്നുന്ന സമയങ്ങളുണ്ട്, കുറവുള്ളവനെന്ന് പറയുന്ന പല സമയങ്ങളുണ്ട്, യോഗ്യതയില്ല എന്ന് പറയുന്ന പല സമയങ്ങളുണ്ട്. എങ്കിലും ഒരു കാര്യം സത്യമാണ്, എൻ്റെ യോഗ്യത കൊണ്ടല്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പർപ്പസിൻ്റെ മേൽ തന്നിരിക്കുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ്, അത് ഗുണമോ ദോഷമോ പ്രവർത്തിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഹല്ലേലൂയ തൻ്റെ നിർണയം നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ ഹല്ലേലൂയ, നിൻ്റെ ആ നിർണയം എൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് ഒരു വാക്കെല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സമ്പൂർണ്ണമായി
പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്നൊരു ഹാൻഡിങ് ഓവർ വേർഡ് നടക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്ത യേശു നിൽപ്പുണ്ട്. ഇന്ന് രാത്രി യേശുവിനോട് പറയാ, കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ എൻ്റെ കർത്താവെ സ്വയമായിട്ടല്ല, അങ്ങയോടുകൂടെ ചേർന്ന് നിറവേറ്റുവാൻ തക്കവണ്ണം ഇതാ എൻ്റെ കർത്താവെ ഏൽപ്പിച്ചിരുന്നെന്ന് ശാന്തമായിട്ട് ദൈവത്തോടെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ദൈവത്തോടെന്ന് പറഞ്ഞാട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു മൈ ലോർഡ്, താങ്ക് യു മൈ ലോർഡ്, താങ്ക് യു മൈ ലോർഡ്, താങ്ക് യു മൈ ലോർഡ്. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജ. ദൈവമേ, നിനക്ക് നന്ദി. ദൈവമേ, നിനക്ക് നന്ദി രാജ, നന്ദി രാജ. ഏൽപ്പിച്ചു തരുന്നു കർത്താവെ, ഏൽപ്പിച്ചിരിക്കുക, സമ്പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹിതത്തിന് വേണ്ടി ഹല്ലേലൂയ, നിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ ഇതാ എന്നെ സമ്പൂർണ്ണമായിട്ട് ഫലമേൽപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാട്ട. ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ അധരങ്ങൾ തുറക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിച്ചാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അരികത്തുണ്ടല്ലോ. ഇന്ന് രാത്രി സംസാരിക്കുന്നത് അവനോടുകൂടെ ആഗ്രഹിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹംദലല ബഖാല ബലബബഗാല ബലബദാല ഉള്ളല ബന്ദല ബഗാല ബലബബഗാല ബലബദാല ഉള്ളാല ബബബഗാല ബലബദാല ഉഖല ഹംദലല ബഗാല ബലബബഗാല ഉള്ളല ബന്ദല ബഗാല ബലബബഗാല ബലബദാല. Yes, my Father, we praise you, my Master. We thank you, my Lord. We thank you, we thank you, we thank you. We thank you, my Master. We thank you, my Lord. We thank you, we thank you, we thank you. ആയിരിക്കുന്ന സ്ഥാനം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടോ. ഒരല്പ നിമിഷം കൂടെ എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടോ. എപ്രകാരം സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹംദലല ബഖാല ബല. ഓ മൈ മാസ്റ്റർ, അത്ഭുത ശക്തി ഇവിടെ നയിച്ചാട്ടപ്പ. അത്യന്ത ശക്തി ഇവിടെ പകരട്ട് കർത്താവേ. ഹംദലല ബഖാല ബല ബബഗാല ഉള്ളൽ ബന്ദല ബഗാല ബല ബബഗാല ബലബദാല ഉള്ളൽ ബന്ദല ബഖാല ബല ബബഗാല ബലബദാല ഉള്ളാല ബബഗാല ബലബദാല ഉള്ളൽ ബന്ദല ബഖാല ബല ബബഗാല ബലബദാല ഉഗ്ഗലി ഹംദല ബഗാല ബല ബബഗാല ഉള്ളാല ബബഗാല ബലബദാല ഉള്ളൽ ബന്ദല ബഗാല ബല ബബഗാല ബലബദാല. Glorious my Father, we praise you, we praise you, my Lord, we praise you, we praise you, we thank you, my Lord, we thank you, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജ. ദൈവമേ, നിനക്ക് നന്ദി, 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 നന്ദി രാജ, നിനക്ക് നന്ദി രാജ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണ